എൻ്റെ പ്രിയമുള്ള എല്ലാ ബന്ധുക്കൾക്കും വിനീത നമസ്കാരം. നാം കഴിഞ്ഞ 2-3 വീഡിയോകളിലായിട്ട് ഭാരതീയ ചിന്താ പദ്ധതികളെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. അതിൻ്റെ ഏതാണ്ട് അവസാന ഭാഗം എന്നുള്ള നിലയ്ക്കാണ് ഈ വീഡിയോ ഞാൻ പ്രസിദ്ധീകരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം സൂര്യസിദ്ധനെ പറ്റിയും സൂര്യസിദ്ധാന്തത്തെ പറ്റിയൊക്കെ പഠിച്ചപ്പോഴേ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചില്ല. ചിന്തിക്കാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂര്യസിദ്ധൻ എന്ന് പറയുന്ന ഋഷിക്ക് ഇത് എവിടുന്ന് കിട്ടി? അപ്പോൾ അതിൻ്റെ അന്വേഷണം ചെന്നെത്തുന്നത് വേദങ്ങളിലാണ്. സൂര്യസിദ്ധാന്തത്തിൽ തന്നെ വേദങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇത് കിട്ടിയതെന്ന് പറയുന്നു. അതിൽ ഒരു ഉദാഹരണം പറയാം. അഥർവവേദ ഗീതയിൽ ഒരു ഭാഗമുണ്ട്. ശതന്തേഹായനാൻ ദ്വൈവേ ത്രിണി ചത്വാരി കൃമ എന്നൊരു വാക്യം. ആ സൂക്തത്തിൽ പറഞ്ഞേക്കുന്നത് ശതം തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് 100 വർഷം എന്നാണ്. ശതം തേ ഹായനാൻ. ഹായനാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയനത്വയം. 2 അയനങ്ങൾ ചേരുന്ന 1 വർഷമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പം നിൻ്റെ ആയുസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വർഷമാണെന്നാണ് ചുരുക്കത്തിൽ. എന്നാൽ അതിനപ്പുറത്ത് വേറൊരർത്ഥമുണ്ട്. ശതം തേ ഹായനാൻ ദ്വൈവേ ത്രിണി ചത്വാരി കൃമ എന്ന് പറയുമ്പോൾ 100ൻ്റെ 2 പൂജ്യങ്ങളോടൊപ്പം 10,000ൻ്റെ 5 പൂജ്യങ്ങളും കൂടെ ഇടുക. അപ്പോൾ 7 പൂജ്യങ്ങളായി. അതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ദ്വേ 2, ത്രീണി 3, ചത്വാരി 4, അങ്ങനെ 432 എന്ന് പറയുന്ന സംഖ്യ വരും. യഥാർത്ഥത്തിൽ ഇത് പറയുന്ന ക്രമത്തിൽ വരുമ്പം 234 വരുന്നത്. സംഖ്യാനാം വമതോഗതി എന്ന് പറയുന്നതനുസരിച്ചിട്ട് സംഖ്യ തിരിച്ചിട്ട് എഴുതണം. തിരിച്ചെഴുതുമ്പോൾ 432 കോടി വർഷം, അതായത് ഒരു കൽപ്പസംഖ്യ, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം, സൃഷ്ടിയുടെ ഒരു കാലഘട്ടം എന്നൊക്കെ ഉള്ള സംഖ്യ നമ്മൾ നേരത്തെ പഠിച്ചത് കിട്ടും. മനസ്സിലായല്ലോ? ഇനി ഇതിന് അപ്പുറത്ത് വേറൊരു ഗണിത രീതി കൂടിയുണ്ട്. ഈ ദ്വേ ത്രീണി ചത്വാരി കൃമ എന്നുള്ളത് തിരിച്ചിടുമ്പോൾ കിട്ടുന്ന 432ൻ്റെ കൂട്ടത്തിൽ അവസാനം ആസക്തിയിൽ പറയുന്നത് കൃമ, അതായത് അത് 3 പൂജ്യമാണ്. ആ 3 പൂജ്യം ഇട്ടാൽ വരുന്നത് 4,32,000 വർഷം എന്ന് പറയുന്ന കലിയുഗ സംഖ്യയാണ്. 4,32,000 വർഷം. അതിനെ ദ്വയുഗേ, അതായത് 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന എത്രയാണെന്നറിയാമോ? 8,64,000 വർഷമായ ദ്വാപരയുഗം കിട്ടും. അടുത്തത് ത്രീണി എന്നല്ലേ പറയുന്നത്. ത്രീണി 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ, ആ കലിയുഗ സംഖ്യ 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് 12,96,000 വർഷം എന്ന് കിട്ടും. അടുത്തത് ചത്വാരി 4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ വരുന്ന എത്ര? 17,28,000 വർഷം എന്ന് പറയുന്ന കൃതയുഗം. അപ്പോൾ ആദ്യത്തെ കലിയുഗ സംഖ്യ 4,32,000, അതിന് 2 എന്ന് പറയുന്നത് എന്ന് പറയുന്ന 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് 8,64,000 എന്ന് പറയുന്നത് ദ്വാപരയുഗം. വീണ്ടും കലിയുഗ സംഖ്യയെ 3 കൊണ്ട്, ത്രീണി 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് 12,96,000 വർഷം എന്ന് പറയുന്ന ത്രേതായുഗം. അടുത്തതിനെ 4 കൊണ്ട്, അതായത് ചത്വാരിയെ 4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ, കലിയുഗ സംഖ്യയെ ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എത്ര? 17,28,000 വർഷം. അങ്ങനെ ഇങ്ങനെ ഒരു കണക്കുണ്ട്. അപ്പോൾ ഈ കണക്കുകളെല്ലാം കൂടെ നമ്മുടെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ സൂക്തങ്ങളിൽ കൂടിയൊക്കെ ഇത് സൂചിപ്പിച്ചു എന്ന് പറയുമ്പോൾ, ഇത്രയും വലിയ കണക്ക് സൂചിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഋഷിമാരുടെ ചിന്താ പദ്ധതികൾ എന്തായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ഇത് നിങ്ങളുടെ പുതിയ തലമുറയെ, മക്കളെയും കൊച്ചുമക്കളെയും വീട്ടിലുള്ള സ്ത്രീകളെയും ഒക്കെ പഠിപ്പിക്കണം. അതോടൊപ്പം സുഹൃത്തുക്കളെ പഠിപ്പിക്കണം. എവിടെയെങ്കിലുമൊക്കെ പ്രഭാഷണം നടത്തണം. ഈ വീഡിയോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കളിലൊക്കെ ഉള്ളിടത്ത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതെനിക്ക് ഇതിനകത്തൊന്നും മോണിറ്റൈസേഷനൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. പുതിയ തലമുറയും ഹൈന്ദവ ധർമ്മവും നശിച്ചു പോകുന്നത് കണ്ട് എൻ്റെ വിഷമത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. നമ്മുടെ കുട്ടികൾ ഇനി വഷളാകാനൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്.
അപ്പോൾ ഇതുപോലെയാണ് നല്ലൊരു സംഗതി നടക്കുന്നത് പോലും അത് കേൾക്കാനല്ല വരുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഒരു സത്യാവസ്ഥയില്ല. ഈ കാണുന്ന മോസ്റ്റ് മോഡേൺ രീതിയിൽ ഇങ്ങനെ വായി നോക്കി നടക്കുന്നതാണ് ശരി എന്ന് ധരിക്കുന്നതാണ് നമ്മുടെ പുതിയ തലമുറയിൽ നല്ലൊരു പങ്ക്. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് കുട്ടികളെ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം. നമസ്തേ.